ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ കവിത വാര്യർ. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ട് പോവോ, എത്ര ദിവസം ട്രീറ്റ്മെൻറ്റ് വേണം, അത് പോയി കഴിഞ്ഞിട്ട് പിന്നെയും തിരിച്ചു വരുമോ, ഇങ്ങനെ കുറേ സംശയങ്ങളുണ്ട്. അതിന് ഉത്തരമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. സോ ഈ സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അഥവാ ഒരു രോഗിക്ക് എങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. സോ ആമം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഡൈജസ്റ്റ് ആവാതെ കിടക്കുന്ന, നമ്മുടെ ശരീരത്തിലത്തെ ഡൈജസ്റ്റ് ആവാതെ കിടക്കുന്ന ഒരു സാധനമാണ് ആമം. ഡൈജസ്റ്റ് എന്ന് പറയുമ്പോൾ ഉടനെ ഫുഡിനെ പറ്റിയിട്ടല്ല അവിടെ പറയുന്നത്. ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും നമുക്ക് എന്ത് സാധനവും അവിടെ മനസ്സിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതും ഒരു വേസ്റ്റാണ്, അല്ലെങ്കിൽ ഒരു ടോക്സിക് റെസിഡ്യൂ എന്ന് പറയാം. അതേപോലെ നമ്മുടെ ബോഡിയിലും അങ്ങനെ തന്നെയാണ്. ഡൈജസ്റ്റ് ആവാതെ കിടക്കുന്ന ഒരു സാധനത്തിനെയാണ് നമ്മൾ ആമം എന്ന് പറയുന്നത്, അഥവാ നീർക്കെട്ട് അഥവാ ഇൻഫ്ലമേഷൻ. പക്ഷെ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ആമം അതിൽ നിന്നാണ്. അപ്പോൾ അതെങ്ങനെ വരുന്നു, അല്ലെങ്കിൽ എവിടുന്ന് സ്റ്റാർട്ടാവുന്നു? ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ വരുന്നു എന്നുള്ളതാണ്. നമ്മൾ ചില ഭക്ഷണങ്ങൾ കഴിച്ച് ദഹിക്കാതെ കിടക്കുക, അല്ലെങ്കിൽ ചിലർ കഴിച്ചു കഴിഞ്ഞാലും അവരുടെ ഡൈജസ്റ്റീവ് ഫയർ വീക്കായിരിക്കും, അഗ്നി അത്ര സ്ട്രോങ് ആയിരിക്കില്ല, അതായത് ഡൈജഷൻ നടക്കില്ല. അല്ലെങ്കിൽ മുമ്പ് കഴിച്ചിരുന്ന ഭക്ഷണം ഡൈജസ്റ്റ് ആവാതെ അവിടെ കിടക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ബേക്കറി ഐറ്റംസ് കഴിച്ചു, ഒരുപാട് വറുത്ത സാധനങ്ങൾ കഴിച്ചു, ഹെവി ഫുഡ് കഴിച്ചിട്ട് അപ്പം തന്നെ ഉറങ്ങി, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യും. അല്ലെങ്കിൽ ഒട്ടും ഫിസിക്കലി ആക്റ്റീവ് അല്ല, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് ഒരു ലോങ് ടേം ആവുമ്പോൾ അവിടെ കിടക്കുന്നുണ്ട്. ആ ആമം അവിടെ കിടക്കുന്നുണ്ട്, അത് പുറത്തോട്ട് പോകുന്നില്ല. ഈ വേസ്റ്റ് പുറത്തോട്ട് പോകാനായിട്ട് 3 വഴി കൂടെയാണ്. നമ്മൾ കാലത്ത് ബാത്റൂമിൽ പോകുമ്പോൾ ആ ഒരു കാര്യം, പിന്നെ വേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴും വേസ്റ്റ് പോകുന്നില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂത്രത്തിലൂടെ. ഈ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് വേസ്റ്റ് പോകാനായിട്ടുള്ളത്. ഇത് 3 നടക്കുന്നില്ല, ശരിയല്ല എന്നുണ്ടെങ്കിൽ എന്തായാലും അവിടെ ഒരു കിടക്കുന്നുണ്ട് ആ സംഭവം. അതാണ് മെയിൻ. അപ്പോൾ ആദ്യം അത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഇനി നമ്മുടെ എങ്ങനെ മനസ്സിലാവും നമുക്ക് ഇങ്ങനെ ആമത്വം ഉണ്ട് എന്നുള്ളത്? നമ്മുടെ നാവ് കോട്ടഡ് ആയിരിക്കും, വൈറ്റ് അല്ലെങ്കിൽ യെല്ലോയിഷ് കളറായിരിക്കും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഗ്യാസ് വരും, അസിഡിറ്റിയുടെ ഇഷ്യൂസ് വരും. പിന്നെ നമുക്ക് മൈൻഡ് ഒട്ടും ശരിയായിരിക്കില്ല, ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും, നമുക്ക് ഉറക്കം കിട്ടില്ല, വയറിങ്ങനെ വീർത്ത് നിൽക്കുന്ന മാതിരി തോന്നും, നമുക്കൊരു വേദന തോന്നും. പിന്നെ കഴിക്കുന്ന ഭക്ഷണം ചിലപ്പോൾ ഒന്നുമില്ലെങ്കിൽ അപ്പം തന്നെ പോവും, അല്ലെങ്കിൽ അത് ഒട്ടും പോവില്ല. അപ്പോൾ വയറ്റിൽ നിന്ന് പോണത് ചിലർ പറയാറുണ്ട് ഒട്ടും പോവാറില്ല എന്ന്. അപ്പോൾ ഇങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പിന്നെ ജോയിൻറ്റ് സ്റ്റിഫ്നെസ് വരും, ജോയിൻസിനോട് പെയിൻ വരും. ഇതെങ്ങനെയാണ് നടക്കുന്നത്? അതായത് എങ്ങനെയാണ് ഈ ആമത്വം സ്റ്റാർട്ട് ആവുന്നത്? നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കാരണം നമുക്ക് ഈ പറയുന്ന ആമത്വം വരും. അതിനുശേഷം ഈ സംഭവം സ്രോതസ് എന്ന് പറഞ്ഞാൽ സർക്കുലേറ്ററി ചാനൽസ് ആണ്. ഞാനിവിടെ പിക്ചർ ഇടുന്നുണ്ട്. ആ ചിത്രത്തിൽ കാണുന്നവർ നമ്മൾ എല്ലാ ചാനൽസിലൂടെയും ഇതിങ്ങനെ സ്പ്രെഡായി ഫൈനലി ഒരു ജോയിൻസിൽ പോയിട്ട് അവിടെയും ഇവിടെയായിട്ട് കിടക്കും. അതിനെ നമ്മൾ ഇൻഫ്ലമേഷൻ എന്ന് പറയും. ഈ ഇൻഫ്ലമേഷൻ നീർക്കെട്ടെന്നൊക്കെ പറഞ്ഞിട്ട് വേദനയായിട്ടാണ് പല രോഗികളും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം ഇതാണ് നമ്മുടെ സ്രോതസ് എന്ന് പറയുന്നത്. ഓക്കെ, പലതരത്തിലുള്ള സ്രോതസ്സുകളുണ്ട്, ഒരു ലോങ് ചാപ്റ്ററാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ സംഭവം സ്റ്റാർട്ട് ആവുക. പിന്നെ സ്പ്രെഡ് ചെയ്ത് പല സ്ഥലത്തും ബ്ലോക്ക് നടക്കും. ഈ റോഡിൽ ബ്ലോക്ക് നടക്കുന്ന മാതിരി ബ്ലോക്ക് ഉണ്ടാവും. അങ്ങനെയാണ് നമുക്ക് കോൾഡ്, അലർജി, ആർത്രൈറ്റിസ്, ജോയിന്റ് പെയിൻ, ബാക്ക് പെയിൻ, നെക്ക് പെയിൻ, ഷോൾഡർ പെയിൻ, സ്റ്റിഫ്നെസ് എന്നൊക്കെ പറഞ്ഞിട്ട് അസുഖങ്ങൾ സ്റ്റാർട്ട് ആവുന്നത്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇതിനെ കളയും എന്നുള്ളതാണ്. ആദ്യമേ തന്നെ ഉറക്കവും ഭക്ഷണവും കറക്റ്റ് ആയിരിക്കണം, കറക്റ്റ് സമയത്തായിരിക്കണം, കറക്റ്റ് രീതിയിലായിരിക്കണം. ചിലർക്ക് 9:30-9 മണി രാവിലെ ഒരു 7 മണി 9 മണിക്കിടയിലാണ് ഭക്ഷണം കഴിക്കുന്നത്. പക്ഷെ ചിലർക്ക് ആ സമയത്ത് വിശപ്പ് ഉണ്ടാവില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക. ഇനി വിശക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കുക അറ്റ്ലീസ്റ്റ്. ഓക്കെ, അത് ആ സീസൺ അനുസരിച്ചിട്ട് ഏത് ഫ്രൂട്ടാണോ അത് കഴിക്കുക. പിന്നെന്ന് പറഞ്ഞാൽ ഉറക്കം, കറക്റ്റ് സമയത്ത് ഉറങ്ങുക. എനിക്കറിയാം മൊബൈൽ എല്ലാവരും കാണുന്നുണ്ടാവും, എന്നാലും കിടക്കാനായിട്ട് ഒരു 1/2 മണിക്കൂർ മുമ്പ് മൊബൈൽ മാറ്റി വയ്ക്കുക, ജസ്റ്റ് 1/2 മണിക്കൂർ മുമ്പ്. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ചൂടുവെള്ളം ഒന്ന് സിപ്പ് ചെയ്യുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഡീടോക്സിഫിക്കേഷൻ വേണം, വയറിളക്കി കളയുക അല്ലെങ്കിൽ ഛർദ്ദിപ്പിച്ച് കളയുക. ഇങ്ങനെ അതിനുള്ള പഞ്ചകർമ്മ നമ്മൾ ആയുർവേദത്തിൽ പറയുന്നത്. ബോഡീന് ഒരു ഡീടോക്സിഫിക്കേഷൻ വേണം. അതേമാതിരി മൈൻഡ് ആണെങ്കിൽ എപ്പോഴും സെറ്റാക്കി വെക്കുക. നമ്മൾ എന്തൊക്കെ ചെയ്താലും ഇല്ലെങ്കിലും നമുക്ക് ചിലപ്പോൾ അന്നത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും. അത് കൈൻഡ് ഓഫ് അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ, പിന്നെ നമ്മുടെ ഭക്ഷണത്തിൽ സ്പൈസസ് ചേർക്കണം, ഇഞ്ചി, മഞ്ഞൾ. പിന്നെ ഈ ബിരിയാണിയിലൊക്കെ എന്തുകൊണ്ട് ചിലർക്ക് ബിരിയാണി കഴിച്ച ഒരു കുഴപ്പം വരില്ല, കാരണം ബിരിയാണി, ഫ്രൈഡ് റൈസ് എന്നൊക്കെ പറഞ്ഞാൽ അതിൽ കുറേ സ്പൈസസ് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ എന്നും എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുക. നമ്മുടെ വീട്ടുപണികളല്ല ഉദ്ദേശിക്കുന്നത്, അതിനുവേണ്ടി സമയം കണ്ടെത്തി എക്സസൈസ് ചെയ്യുക. നമ്മുടെ ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, ആമം ഏവ സർവ്വരോഗ കാരണം. ആമമാണ് എല്ലാ അസുഖത്തിൻ്റെയും തുടക്കം. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.